നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മുഖമോർത്തുകൊണ്ട് ഈ വായന കാണുക. രാത്രികാല ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഊർജത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെയധികം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. പോരാടുക എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആരെയാണോ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അവരോടാണ് ഈ വ്യക്തി കൂടുതൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത് മാതാവ്, പിതാവ്, അച്ഛൻ, അമ്മ എന്നിവരുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ നല്ല രീതിയിൽ എതിർപ്പ് മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എതിർപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പരിപൂർണമായിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദർഭം കുറച്ച് വഷളായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സന്ദർഭം വഷളാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം നിരാശയിലായിട്ടാണ് കാണപ്പെടുന്നത്. നിരാശ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സങ്കടത്തിലിരിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നടത്തി കിട്ടുന്നില്ലല്ലോ, നടത്താൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളും ഒരുപക്ഷെ നിരാശയിലായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും സ്വപ്നം കണ്ടിട്ടും പല കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഈ വ്യക്തിയുമായി ഒരുമിച്ച് അത് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ നല്ല രീതിയിൽ നിങ്ങൾക്കിടയിൽ അകൽച്ച വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തീർത്തും ഈ അച്ഛൻ, അമ്മ, അവരുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ വളരെയധികം നമ്മൾ പറയില്ലേ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം, അത് അച്ഛൻ്റെ അമ്മയുടെയും സാന്നിധ്യം ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരും ഉപാധികളില്ലാതെ സ്നേഹിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ്. യാതൊരു തരത്തിലുള്ള അകൽച്ചയും ഒന്നും തന്നെ ഇല്ലാതെ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ അവിടെ അവസാനമായിട്ട്, അല്ലെങ്കിൽ അവിടെ തീർത്തും വളരെയധികം നിങ്ങളുടെ ആ ഒരു ഇല്ലാത്ത സ്നേഹത്തിന് കടിഞ്ഞാണിട്ടത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ പലവരുടെയും തേർഡ് പാർട്ടി, ഇന്നത്തെ വായനയിൽ നമുക്ക് മാതാപിതാക്കളുടെ ആ ഒരു ഊർജത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാതാപിതാ, ഗുരു, ദൈവം എന്നാണെങ്കിൽ കൂടി നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ മാതാപിതാക്കൾ വളരെയധികം നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കുകളോ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തെയോ ഈ വ്യക്തി കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഈ വ്യക്തിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ സാധിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു വ്യക്തത തരാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അച്ഛൻ്റെയും അമ്മയുടെയും അനാവശ്യമായിട്ടുള്ള ആ ഒരു നിയന്ത്രണം, അത് ഈ വ്യക്തിക്ക് വേണ്ട എന്ന് വെക്കാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിർത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ജയിച്ചു നിൽക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒറ്റ പുത്രനായിരിക്കാം,
അല്ലെങ്കിൽ ഒരേ ഒരു പുത്രിയെ ഉണ്ടായിട്ടുള്ളായിരിക്കാം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും വളരെയധികം സ്നേഹവും അമിതമായിട്ടുള്ള ആ ഒരു കൺട്രോളിങ്ങും കരുണയും സ്നേഹവും വാത്സല്യവും സംരക്ഷണവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ട് എവിടെയെങ്കിലും ദൂരെ പോയി ജീവിക്കാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ദൂരേക്ക് എവിടേക്കെങ്കിലും മാറി താമസിക്കാനോ വേറെ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജീവിക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ. അപ്പൊ തീർത്തും വളരെയധികം ഒരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തി സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മാതാപിതാക്കള് ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അതല്ല, ഈ വ്യക്തി ഒറ്റപ്പെട്ടാണ്. പലവരുടെയും മറ്റുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ കൂടി ഈ വ്യക്തി അതൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ നിൽക്കാതെ മാറി ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർത്തും ഇവിടെ വളരെയധികം ഒരു ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തി അത് വളരെയധികം ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. കാരണം ഈ വ്യക്തിക്ക് പിന്നീട് അതിന് ഉത്തരങ്ങൾ പറയാനോ കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വാക്ക് മാറ്റി പറയാനോ ഈ വ്യക്തിക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയെ പലരും ചതിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാര് പിന്നീട് ഈ വ്യക്തിയെ ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വാക്കുമാറ്റി പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ആര് പറയുന്നത് കേൾക്കണം, ആരെ നല്ലൊരു സുഹൃത്താക്കി എടുക്കണം, അല്ലെങ്കിൽ ആരാണ് ശത്രുക്കള്, ആരാണ് മിത്രങ്ങള് എന്നുള്ള ചിന്തയിലും കൂടെ ആശയക്കുഴപ്പത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. ആഗ്രഹിക്കുക എന്നുള്ളതല്ല, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഈ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ചിന്തിക്കുന്നതല്ല. അത് ഈ വ്യക്തിയുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത്. സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ വ്യക്തിക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. സന്തോഷം കൊടുക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സംസാരം, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഈ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ട്, ഫ്യൂച്ചർ മാത്രം ചോദിച്ചുകൊണ്ട് ഈ വ്യക്തിയെ നിരുത്സാഹപ്പെടുത്താണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ വ്യക്തി ഇപ്പോൾ ഒറ്റക്കാണ്. പലവരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ആ കൂടെ ഉണ്ടായിരുന്ന പലവരും ഇന്ന് ഈ വ്യക്തിയുടെ കൂടെ ഇല്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഈ വ്യക്തിക്ക് ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രോത്സാഹനവും നിങ്ങളുടെ പ്രാർത്ഥനയും അത്യാവശ്യമാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ രാത്രികാല ചിന്തകള്. അപ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചോദ്യമായിട്ടാണ്. അപ്പോൾ അതിന് ഉത്തരങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.